ഹലോ ഗൈസ്, ഇറ്റ്സ് മീ ആതിര. ആദ്യം തന്നെ ക്ഷമ ചോദിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ കുറച്ച് സൗണ്ട് ഉണ്ട്, അപ്പുറത്തെ മരം മുറിക്കുന്നത്. അതുകൊണ്ട് കുറച്ച് സൗണ്ട് ഉണ്ടായിരിക്കും. പിന്നെ അവിടെ കോഴിയെ തുറന്നിട്ടിട്ടുണ്ട്, അതിന്റെ സൗണ്ടും ഉണ്ടായിരിക്കും, പിന്നെ അതിന്റെ സൗണ്ടും ഉണ്ടായിരിക്കും. അപ്പൊ കാര്യത്തിലോട്ട് വരാം. ഞാൻ കുറച്ച് റീൽസ് കണ്ടായിരുന്നു, റീൽസ് ഷോർട്സ് കണ്ടു. എന്ന് വെച്ചാൽ തിരുവനന്തപുരം വേഴ്സസ് വേറെ ജില്ലക്കാര് അങ്ങോട്ടും സംസാരിക്കുന്നത്. അപ്പം അതിൽ പറയുന്നതെന്ന് വെച്ചാല് തിരുവനന്തപുരംകാരെല്ലാം തെറ്റിച്ചാണ് പറയുന്നത്. അതുകൊണ്ട് എനിക്ക് അതിൽ കുറച്ച് ഡിസപ്പോയിന്റഡ് ഉണ്ട്, പിന്നെ അത് തിരുത്തണമെന്നുണ്ട്. അപ്പൊ അത് പറയണം. പിന്നെ അവരെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. കാര്യം ഞാൻ ഇവിടെ വന്നിട്ട് 2 വർഷമായി, എറണാകുളത്ത് വന്നിട്ട് ഇപ്പൊ 2 വർഷമായി. 2 വർഷം ഈ എയർപോർട്ടിൽ കിടന്നിട്ട് ഞാൻ ഇതിൽ എന്റെ സ്ലാങ് വിട്ട് വേറൊരു സ്ലാങ് പഠിക്കാനും അവരുടെ രീതിയിൽ സംസാരിക്കാനും ഞാൻ പഠിച്ചിട്ടില്ല. എന്താണെന്ന് ചോദിച്ചാൽ എനിക്കറിഞ്ഞൂടാ. ഇപ്പൊ കാര്യത്തിലോട്ട് വരാം. എന്തെന്ന് വെച്ചാല് ഇവര് ഈ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നത് തെറ്റായിട്ടാണ് പറയുന്നത്. മീൻസ് അപ്പുറത്ത് ഇപ്പുറത്ത് ദോണ്ട അവിടെ ഇവിടെ മണ്ടയില്, ഇതൊക്കെ സ്വാഭാവികം. അത് അവരും വിട്ടു പോവില്ല, മറക്കുകയില്ല. പിന്നെ മെയിൻ സാധനം എന്ന് വെച്ചാൽ ഓരോരോ സാധനത്തിന്റെ പേര് മെയിനായിട്ട് ഈ സാധനങ്ങളാണ് തെറ്റിച്ച് പറയുന്നത്. ഇതിന് ഞങ്ങൾ ആത്തിച്ചക്ക, ചുടലിക്ക, അയണിച്ചക്ക, തൊറപ്പ, മരിച്ചീനി, കപ്പയ്ക്ക, പുറത്തിച്ചക്ക. കപ്പയ്ക്ക, അയണിച്ചക്ക, ആത്തിച്ചക്ക, മരിച്ചീനി, തൊറപ്പ, ഇതൊക്കെ മെയിനായിട്ട് നമ്മളേതായിട്ടുള്ള രീതിയിൽ പറയാം. പിന്നെ കുറച്ച് ഷോർട്ട് കട്ട് വേർഡ്സ് അപ്പത്തെ ഇപ്പത്തെ ലോണ്ട ദാണ്ട മൊണ്ടയിലല്ല മണ്ടയില്. അപ്പോ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. നമ്മളിപ്പം തിരുവനന്തപുരം വേഴ്സസ് അതർ വേറെ ജില്ലക്കാർ പറയുമ്പോഴത്തേക്ക് ആ ഒരു നമ്മളതായിട്ടുള്ള ഒരു സാധനം പ്രസന്റ് ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കണം. അല്ലെങ്കിൽ ഒന്നുകൂടെ ഒന്ന് നോക്കിയിട്ട് പറയണം. അല്ലാതെ പെട്ടെന്ന് വിളിച്ചു പോകരുത്. എനിക്ക് അത്രേ പറയാനുള്ളൂ. പിന്നെ നമ്മൾ തിരുവനന്തപുരംകാരെ കാണുമ്പോഴത്തേക്ക് അവർക്ക് ചെറിയൊരു സുരാജിന്റെതോ അല്ലെങ്കിൽ രാജമാണിക്യ സിനിമയിലോ കാണുമ്പോൾ അത്രത്തോളം വരൂലേന്ന് ചോദിച്ചാൽ ഇടയ്ക്കിടയ്ക്ക് വരും. എനിക്കാണെങ്കിൽ എപ്പോഴും എന്തൊരു അതെന്റെ വിട്ട് പോകില്ല. ഞാൻ ആരെന്ത് ചോദിച്ചാലും എന്തരെന്നേ ആദ്യം വരുള്ളൂ. പിന്നെ വാഴക്കപ്പം കാര്യം എന്ന് വെച്ചാൽ എപ്പോഴും ഞാൻ ചായ കുടിക്കാൻ പോണ ആളായതുകൊണ്ട് എന്റെ കൊളീഗ്സിനോട് ചോദിച്ചറിയും ഞാൻ എത്ര വട്ടം ചായ കുടിക്കാൻ പോകുന്നു. അപ്പൊ ചായ കുടിക്കാൻ പോകുമ്പോൾ എപ്പോഴും ഞാൻ ചായയും വാഴക്കപ്പവും മെയിനായിട്ട് മേടിക്കാറ്. അപ്പൊ അവിടെ ചെന്നിട്ട് പെട്ടെന്ന് എന്റെ വായിൽ പഴംപൊരി എന്ന് വരത്തില്ല. അതുകൊണ്ട് വാഴക്കപ്പം എന്നാണ് പറയുന്നത്. അപ്പൊ അവരിങ്ങനെ മൈൻഡ് പറയും, എന്താ സാധനം ഇവിടെ സാധനം ആ സാധനം ഇല്ലല്ലോ, വാഴക്കപ്പം. പിന്നെ ചായയുടെ കാര്യം പറഞ്ഞില്ല. ചായയുടെ കാര്യം പറയുമ്പോൾ വാഴക്കപ്പം അവിടെ ഇരിക്കുന്ന മെയിൻ സാധനം വാഴക്കപ്പം ഉണ്ട്, മോദകം. ഇവിടെ പറയണത് സുഗിയൻ എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പൊ വാഴക്കപ്പം, സുഗിയൻ, ഇലയപ്പം, വേറെന്തോ സാധനം ഉണ്ടല്ലോ, വേറെന്തോ ഒരു സാധനം ഉണ്ട്, മറന്നുപോയി. പിന്നെ നമ്മുടെ അവിടെ കിട്ടുന്ന ഉള്ളിവട എല്ലാം ഇവിടെ കിട്ടുന്നത് ഉള്ളിവട ഇവിടെ സവാള അതിൻ്റെ അകത്ത് സവാളയാണല്ലോ ഇടുന്നത്. അതുകൊണ്ടായിട്ട് സവാള വട എന്ന് പറയണം. അപ്പൊ നമ്മൾ ഉള്ളിവട. അത്രേ ഉള്ളൂ. അപ്പൊ ബൈ.